സിമ്പിൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മുഖക്കുരു എന്ന് പറയുന്ന സംഭവം. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി വളരെ തമാശ രൂപേണ എന്നോട് പറയുകയാണ്, മാസ്ക് വയ്ക്കുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലേ എന്ന്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മുഖത്ത് നിറച്ച് മുഖക്കുരുവായിരുന്നു. അപ്പോൾ മാസ്ക് വയ്ക്കുമ്പോൾ പിന്നെ മുഖക്കുരു കാണില്ലല്ലോ. ഇതുപോലെ ഒത്തിരി പേര് ഇങ്ങനെ മുഖക്കുരു കൊണ്ട് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണത്. എൻ്റെ തന്നെ ഒത്തിരി ഫ്രണ്ട്സും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒത്തിരി പേരും മുഖക്കുരുവിന് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചോദിച്ചൊക്കെ പറയാറുണ്ട്. മുഖക്കുരുവിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് എന്തുകൊണ്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പല കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും മുഖക്കുരു ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർക്ക് ശരീരത്തിൽ അമിതമായ കൊഴുപ്പുകൊണ്ടാവാം. ഓയിലി സ്കിന്നുള്ളവർക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ടെൻഷനുള്ളവർക്ക്, ഉറക്കക്കുറവുള്ളവർക്ക്, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ തകരാറ് കൊണ്ട് സംഭവിക്കാം. പെൺകുട്ടികളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. PCOD പ്രോബ്ലം ഉള്ള സ്ത്രീകളിലാണ്ട് 90% പേർക്കും മുഖക്കുരു ഉണ്ടാകാം. ഇങ്ങനെ മുഖക്കുരു ഉണ്ടാകാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. അതിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മുഖക്കുരു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയ്യോ എനിക്ക് മുഖക്കുരു വന്നല്ലോ എന്നോർത്ത് നമ്മളിതിനെ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. മുഖക്കുരു സാധാരണമാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുഖക്കുരു പല രീതിയിലുണ്ടാവാറുണ്ട്. ചിലർക്ക് വളരെ ചെറുതായിട്ട് വന്ന് 2-3 ദിവസം കൊണ്ട് പോകും. ചിലരുടെ മുഖത്തുണ്ടാകുന്നത് വളരെ വലുതായിട്ട് വലിയ കുരുവായിട്ട് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ നിൽക്കും. അങ്ങനെ പല രീതിയിലുള്ള മുഖക്കുരുകളുണ്ടാവും. എന്ത് രീതിയിലുള്ള മുഖക്കുരു വന്നാലും നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ടെൻഷൻ അടിച്ച് നമ്മളതിനെ സമൂഹത്തിൽ നിന്നും ഉൾവലിഞ്ഞ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊക്കെ മടിച്ച് ഇത് മാറ്റുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീക്കായി കഴിഞ്ഞാൽ മുഖക്കുരു നമ്മുടെ മുഖത്ത് കയറി അടിക്കും. ഒരു സംശയമില്ലാത്ത കാര്യം അത്. അപ്പോൾ മുഖക്കുരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത് മാറ്റാനൊക്കെ ആയിട്ടുള്ള വഴികൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ പരസ്യത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ ക്രീമുകളും അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. പരസ്യത്തിൽ കാണുന്ന എല്ലാം ശരിയാവണമെന്നില്ല. ചിലതെങ്കിലും ശരിയായിരിക്കാം. ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഭൂരിഭാഗവും പരസ്യം ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന് പരിഹാരം ഉണ്ടാവൂ എന്നുള്ളത് പിന്നീട് വന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെയായിരുന്നാലും ഞാൻ ഈ മുഖക്കുരുവിൻ്റെ എന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഖക്കുരു വരില്ല, അങ്ങനെ ചെയ്താൽ വരില്ല എന്ന്. ഇതിൻ്റെ ആ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിലും ഭേദം മുഖക്കുരു മുഖത്ത് ഇരിക്കുന്നത് തന്നെ അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഒത്തിരി ബുദ്ധിമുട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് തന്നെയല്ല, ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ പലർക്കും അത് ചെയ്തിട്ട് യാതൊരു റിസൾട്ടും ഇല്ല. അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ധൈര്യമായിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, ഈ ഫേസ് ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കുക. മുഖക്കുരുവിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനെ ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി മുഖത്ത് മുഖക്കുരു മാറും. അതല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജിൽ വരുന്നതാണ് ഏതാണ്ട് ഒരു 80-90% പേർക്കും ഒരു ഏജിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നതാണ് പിമ്പിൾസ്. മുഖക്കുരു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിലിങ്ങനെ പിടിക്കുക, ഞെക്കി അതൊരു പരുവാക്കി അത് ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അതിലെപ്പോഴും ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറുത്ത പാടാവും. ഞെക്കി പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കുഴിഞ്ഞ് മുഖക്കുരു മാറിയാലും അതിൻ്റെ പാട് മാറിയാലും ആ കുഴി അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മുഖക്കുരു വരുന്നവർ അതിൽ ടച്ച് ചെയ്യാതിരിക്കുക. കൂടെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. സാധിക്കുമ്പോഴൊക്കെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. നമ്മൾ എന്തെങ്കിലും ലേപനങ്ങൾ, ക്രീമുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മുഖത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് കളയാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ മുഖം കഴുകേണ്ടത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം തണുത്ത വെള്ളത്തിൽ കഴിയുന്നത്ര മുഖം കഴുകുക. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഈ ടെൻഷൻ ഇല്ലാതിരിക്കുക. ഇതൊക്കെ മുഖക്കുരു മാറ്റാനായിട്ട് ശ്രമിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ടെൻഷനൊക്കെ ഒഴിവാക്കിയാൽ തന്നെ മുഖക്കുരു പറയെ പോകും. ഏത് രീതിയിലുള്ള മുഖക്കുരു ആവട്ടെ, മുഖക്കുരുവിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മുഖക്കുരു മാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ട് വന്ന മുഖക്കുരു ആയിക്കോട്ടെ, ആ മുഖക്കുരുവിൻ്റെ സാധാരണഗതിയിൽ വരുന്ന ഒരു ടീനേജിലൊക്കെ കാണുന്ന ഒരു മുഖക്കുരു ആണെങ്കിൽ അത്തരം മുഖക്കുരുകളും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മുഖക്കുരുകളോ കറുത്ത പാടുകളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുറിവിൻ്റെ പാടുകളോ, മുഖത്ത് മാത്രമല്ല ശരീരത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ പാടുകളൊക്കെ കറുത്ത പാടുകളെല്ലാം കളയാൻ
കഴിയുന്ന ഒരു ചെറിയ ഒരു ടിപ്പുമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അഷ്ടപതിയുടെ മഡ് സോപ്പാണ്. അഷ്ടപതി ഒരുപാട് സോപ്പുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. അതിൽ ശരീരം വെളുക്കാനും മുഖത്തെ പാടുകൾ ഒക്കെ മാറാനും മുഖക്കുരുവിനും ഒക്കെ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയുള്ള ആ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സോപ്പാണ് അഷ്ടപതി മഡ് സോപ്പ്. ഞാനിത് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സോപ്പാണത്. എൻ്റെ അറിവിൽ ഒത്തിരി പേർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഉപയോഗിച്ച് വീണ്ടും ആവശ്യപ്പെട്ടിട്ട്. ഇത് മുൾട്ടാണി മിട്ടിയും മറ്റ് ആയുർവേദ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല സോപ്പാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ശുദ്ധമായ ആയുർവേദ സോപ്പ് എന്ന് നമുക്ക് ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്ന സോപ്പാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കാണാറുണ്ടല്ലേ, ഒരുപാട് സോപ്പുകൾ ആയുർവേദ സോപ്പാണെന്നും അല്ലെങ്കിൽ ഒത്തിരി ഗുണവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് വരാറുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും കാണാറില്ല. പക്ഷേ ഈ സോപ്പിൽ ഉപയോഗിക്കുന്നവർക്ക് റിസൾട്ട് 100% ഉറപ്പാണ്. ഇത് കമ്പനിയുടെ പരസ്യത്തിനോ പ്രൊമോഷനോ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. കമ്പനിക്കാർക്ക് അറിയ പോലുമില്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ മുഖക്കുരുവൊക്കെ വന്നിട്ട് കഷ്ടപ്പെടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളതൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇത് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. 50 രൂപയെ സോപ്പിനുള്ളൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കാം. കാരണം എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് നടക്കട്ടെ. ഈ മുഖക്കുരുവിൻ്റെ പാടുകളും അല്ലെങ്കിൽ ഈ മുഖക്കുരുവൊക്കെ അങ്ങനെ ടെൻഷൻ അടിച്ച് ഫേസ് ചെയ്യാൻ മടിച്ചൊന്നും നടക്കേണ്ടതല്ല. അടിച്ച് പൊളിക്കട്ടെ എല്ലാവരും അല്ലേ. അപ്പോൾ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഈ സോപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. ഇതിനു മുൻപ് അല്ലെങ്കിൽ മഡ് സോപ്പ് ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മുഖക്കുരു കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പരിചയത്തിലുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർക്കും ഇതേക്കുറിച്ചിട്ടുള്ളൊരു അറിവ് കിട്ടട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളത് കമൻറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ചെറിയ സിമ്പിൾ ടോക്കുകളുമായിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ട് ദയവായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഒത്തിരി മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ തലയിലെ ഈ പേൻ ശല്യം. വലിയ പ്രശ്നമാണത്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ സ്കിന്നിലൊക്കെ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് പേൻ ശല്യം. ആ പേൻ ശല്യം എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.